നമ്മുടെ കർത്താവിൻ്റെ അതിശേഷമായ പ്രസ്താവനകളിൽ ഒന്നാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ള വചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. കനിയും ദയയും ഒരുപോലെ നിറഞ്ഞ കർത്താവിന് മാത്രമേ ഭാരച്ചുമടുകൾ പേറിപ്പോകുന്നവരുടെ ശാരീരിക മാനസിക വ്യതകളുടെ ആഴം അറിയുവാൻ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ തന്നെ പുലർത്തും എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ നീറുന്ന അവസ്ഥയ്ക്ക് വിരാമമിടുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ കൽപ്പിച്ചത്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ പൗലോസ് അപ്പോസ്തലനും പ്രസ്താവിക്കുന്നുണ്ട്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിട്ട് തീരണം. ഈ കാര്യത്തിൽ നാം ഓരോരുത്തരും എത്രത്തോളം മുന്നേറിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരാകാതെ ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വാസികൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നടന്നു പോകുന്ന വഴികൾ പലരും പെട്ടെന്ന് മറക്കുന്നു. കൈപിടിച്ച് നടത്തിയവരോട് നന്ദിയില്ലാത്തവരായി പലരും തീരുന്നു. ഏഷണിക്കാരും വമ്പ് പറയുന്നവരുമായി പലരും മാറുന്നു. കൂട്ടുവിശ്വാസിയോട് തൻ്റെ മക്കളുടെ വിവാഹാലോചന പറഞ്ഞാൽ പ്രാർത്ഥിക്കുമെന്ന ആശ്വാസത്തേക്കാൾ അത് മുടക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് പലരും കഴിയുന്നത്. രോഗവിവരം സഭായോഗത്തിലെ സാക്ഷ്യ പ്രസ്താവനയിൽ അറിയിച്ചാൽ പ്രാർത്ഥിക്കുന്നതിന് പകരം ഉള്ളതിനേക്കാൾ പെരുപ്പിച്ചു പറഞ്ഞ് പരത്തുമോ എന്ന ആശങ്കയാണ് പല വിശ്വാസികൾക്കും. തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നവരായി നാം മാറണം. വേദപണ്ഡിതനായ വില്യം ബാർക്ലേ ഒരു ദിവസം രാവിലെ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്നു. 2 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടു. പോളിയോ ബാധിച്ച് 2 കാലുകളും തകർന്നു പോയ കുട്ടിയെ മറ്റവൻ ചുമന്നുകൊണ്ടാണ് നടന്നിരുന്നത്. 2 ഭാഗവും പുറത്തേറ്റി അവർ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ബാർക്ലേ ചോദിച്ചു, നിനക്കിവൻ ഒരു ഭാരമാവില്ലേ കുട്ടി? ഇത് കേട്ട് അവൻ വിളിച്ചു പറഞ്ഞു, അങ്കിൾ, ഇവൻ എനിക്കൊരു ഭാരമല്ല, ഇവൻ എൻ്റെ സഹോദരനാണ്. വേദപണ്ഡിതനായ ബാർക്ലേ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്രയോ പ്രാവശ്യം സഹോദരങ്ങളെ ഭാരമായി കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളിലൂടെ ആ തെറ്റിനെ ഞാൻ തിരുത്തുന്നു. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് ഭാരരഹിത ജീവിതം നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഓരോ വിശ്വാസിയും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും തമ്മിൽ ഭാരം പങ്കുവച്ച് ജീവിക്കാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനി വാക്കിൻ്റെ വേറൊരർത്ഥം മറ്റുള്ളവരെ കരുതുന്നവൻ, സ്നേഹിക്കുന്നവൻ എന്നൊക്കെയാണ്. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണോ? നാം മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി തീർന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തുമായ വാക്കുകൾക്ക് തേങ്കട്ടയേക്കാൾ മധുരമുണ്ടെന്ന് നാം തിരിച്ചറിയുക.